ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ. ചിരിക്കാനും പാടില്ല ഈ വീട്ടിൽ. ഇനിയിപ്പോ അതിനും ടാക്സ് കൊടുക്കേണ്ടി വരുന്നാ തോന്നുന്നു. ഓ, ഞാൻ ചിരിക്കുന്നില്ലേ? അയ്യോ, അയ്യോ, പാല് പിരിഞ്ഞല്ലോ. നല്ല ലക്ഷണമല്ല. മോളെ, പാല് തിളയ്ക്കാറായിട്ടുണ്ടാവും, ഒന്ന് നോക്കിട്ട് വാ. ആ പിന്നെ പാല് കിഴക്കോട്ടാണ് തിളച്ചു തൂവുന്നതെങ്കിൽ ഐശ്വര്യ അതോടൊന്ന് നോക്കണം കേട്ടോ. അതിന് കിഴക്കിയതാ ആന്റി. അത് കൊള്ളാം. ഇതൊന്നും അറിയാതെയാണോ പെങ്ങളുമാടൻ ചീഫ് എഞ്ചിനീയർ ആയത്? ചെറുപ്പത്തിലെ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലേ? സൂര്യൻ ഉദിക്കുന്ന സ്ഥലമാണ് കിഴക്ക്. ദേ അല്ല, ദേ അവിടെ. എടാ മരങ്ങോടാ, 4 ചൂരുകൾക്കുള്ളിൽ നിന്നാ സൂര്യൻ ഉദിക്കുന്നത് എവിടെയെന്ന് പൊന്നുവിന് എങ്ങനെ അറിയാൻ പറ്റും? മാഡം ശ്രേയ, പാല് പിരിയാൻ കാരണം നീ തന്നെ ആയിരുന്നല്ലേ? അശ്വതി, പാല് തിളച്ചു തൂവുന്നത് കിഴക്കോട്ടാണോന്ന് ഒന്ന് നോക്കിട്ട് വാ. ശരി അമ്മേ. ആദ്യം പാല് തിളയ്ക്കോന്ന് നോക്ക്. എന്നാലല്ലേ കിഴക്കോട്ടാണോ തെക്കോട്ടാണോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റൂ. ആ അശ്വ ചേച്ചി, ചായ എടുക്കട്ടെ? നീ ഉണ്ടാക്കിയതൊന്നും എനിക്ക് വേണ്ട. ഇതെന്താ ആന്റി, എന്നോട് പാല് തിളപ്പിക്കാൻ പറഞ്ഞിട്ട് രണ്ടാമത്തെ മരുമകള് ചായ ഇട്ട് വരുന്നത്? ചായ കുടിച്ചിട്ട് പിന്നെ ഇങ്ങനെ പാല് കുടിക്കും? ഞാൻ തിളപ്പിച്ച പാലെന്ത് ചെയ്യും? കളയാനോ? എടി തുണിക്കച്ചവടക്കാരി, ശ്രേയ മോൾ ആദ്യമായി തിളപ്പിക്കുന്ന പാല് ആരും കുടിക്കാതിരിക്കാൻ വേണ്ടിയാണോ ഇപ്പൊ ചായ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്? കൊണ്ടുപോടിയകത്ത്. പാലും ചായയും കോക്ടെയിലായിട്ട് അടിക്കാം, സൂപ്പർ ആയിരിക്കും. ഡെയിലി ഞാൻ കട്ടിയും ഉണ്ടായിരുന്നു. ചരു, എനിക്ക് ചായതാ. എനിക്കെന്താ മോളെ? ദേ, അച്ഛനും മോനും ചേർന്ന് അടുത്ത വഴക്കിനുള്ള വക ഒരുക്കാണോ? ആരെങ്കിലും ഈ ചായ കുടിച്ചാ ഇവിടെ നടക്കാൻ പോകുന്നത് വേറെയാ, അത് ചിന്തിച്ചോ?
അമ്മായി ദേഷ്യപ്പെടണ്ട, ഞാൻ ചായ കൊടുക്കുന്നില്ല. ഓ ചരു, നീ അതൊന്നും കേക്കണ്ട, എനിക്ക് ചായ താ. വഴക്ക് വേണ്ട കൊച്ചു.